മാള ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതി 6.5 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ബൈലിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാത്ത നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ്. മെഷീൻ പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് ലഭിക്കേണ്ട 3,80,000 രൂപ നഷ്ടപ്പെടുത്തിയെന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് അംഗം TK ജിനേഷിന്റെ ആരോപണം. വിഷയത്തിൽ വിജിലൻസിന് പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. മാള ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷത്തിലാണ് ഹരിതകർമ്മ സേനയ്ക്കായി MCFിലേക്ക് ബൈലിംഗ് മെഷീൻ വാങ്ങിക്കുന്നത്. 6.5 ലക്ഷം രൂപയായിരുന്നു മുടക്കുമുതൽ. കേന്ദ്രാവിഷ്കൃത ഫണ്ടായി 4,50,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടായി 1,90,000 രൂപയുമായിരുന്നു കൈമുതൽ. എന്നാൽ മെഷീൻ വാങ്ങി കമ്മീഷൻ പറ്റിയതല്ലാതെ അത് പ്രവർത്തിപ്പിക്കാൻ മുൻ ഭരണസമിതി നടപടി സ്വീകരിച്ചില്ലെന്ന ഗുരുതര ആരോപണം TK ജിനേഷ് ഉയർത്തുന്നു. ഈ ധൃതിപ്പെട്ട് ഈ ബൈലിംഗ് മെഷീൻ വാങ്ങിയതിൽ കൃത്യമായ കമ്മീഷൻ അടി ഉണ്ടായിട്ടുണ്ട്. കമ്മീഷൻ വാങ്ങുന്ന ഒരു ഭരണസമിതിയായിട്ട് LDF ഭരണസമിതി മാറിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഈ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇവിടെ റിജക്ഷൻ വരുന്ന ഐറ്റംസ്, അതുപോലെ ലെഗസി ഐറ്റംസ് എന്ന് പറയുന്ന ബാഗ്, ചെരുപ്പ് ഉൾപ്പെടെയുള്ള തെർമോക്കോൾ അടക്കം വരുന്ന സാധനങ്ങൾ റിജക്ഷനായിട്ട് പെടുത്തുകയാണെങ്കിൽ, ലെഗസിയിൽ പെടുത്തുകയാണെങ്കിൽ ഈ കരാറെടുത്ത കമ്പനികൾക്ക് 5.5 രൂപ അല്ലെങ്കിൽ കരാറിൻ്റെ അടിസ്ഥാനം ചിലപ്പോൾ 6.5 രൂപ വരെ ചേർച്ച് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതി പണം കൊടുത്തിട്ടാണ് ഇവർ കയറ്റി അയച്ചു പോകുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 1,60,000 രൂപ ഇതിനു വേണ്ടി വെച്ചു. പക്ഷെ അത് ചിലവാക്കേണ്ടി വന്നില്ല. ഇവിടെ അത്തരത്തിലുള്ള ലെഗസി കാര്യങ്ങളൊക്കെ അത്തരത്തിൽ വന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 2023-24 വർഷത്തിൽ 1,60,000 രൂപ വെച്ചു. അതിൽ 1,11,548 രൂപയാണ് ചിലവാക്കിയത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1,50,000 വെച്ചു. അതിൽ 1,33,500 രൂപയാണ് ചിലവ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൊട്ടടുത്ത 2025-26 അതായത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലെഗസി കയറ്റി വിടുന്നതിന് മാത്രമായിട്ട് 18,02,660 രൂപ വകയിരുത്തിയാണ്. എത്രയോ ഇരട്ടി സംഖ്യയാണ് വെച്ചിട്ടുള്ളത്. ഇത് കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ മാളക്കടവിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ മുസ്ലിംസിൻ്റെ പൈതൃക പദ്ധതിയുടെ ഭാഗമായി മാളക്കടവ് നവീകരണം വരുന്നു പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ച് ഈ സെഗ്രിഗേഷൻ ചെയ്ത് കിട്ടേണ്ട 2 രൂപ വെച്ച് കിട്ടേണ്ട സെഗ്രിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 രൂപ വെച്ച് കിട്ടും. ആ 2 രൂപ വെച്ച് കിട്ടേണ്ട സാധനങ്ങളും MLP അടക്കം വരുന്ന സാധനങ്ങളെ ബെയിലിംഗ് നടത്താതിരിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് വരുമെന്ന് കണ്ടുകൊണ്ട് പദ്ധതി വെച്ച് അതിൽ 9,89,974 രൂപ കമ്പനികൾക്ക് കൈമാറി പഞ്ചായത്തിൻ്റെ പദ്ധതി പണം. ഇതിലും കൃത്യമായ കമ്മീഷൻ അടി അതിലും നടന്നിട്ടുണ്ട്. മാത്രമല്ല, പ്രവർത്തനം നടത്താത്തതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് ഏകദേശം 3,80,000 രൂപ നഷ്ടപ്പെടുത്തിയെന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ TK ജിനേഷിന്റെ ആരോപണം. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ വിഷയം ഉന്നയിച്ചപ്പോൾ ഒരു ഇടതംഗം മാത്രമാണ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടതായും ജിനേഷ് വ്യക്തമാക്കി. മീഡിയ ടൈം, മാള.